ഗ്രേപ്സിലേക്ക് സ്വാഗതം. വന്നോളൂ. ദ ഗ്രേറ്റ് അട്രാക്ടർ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവനും ആകർഷിക്കപ്പെട്ട ഒറ്റ ബിന്ദുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഗ്രേറ്റ് അട്രാക്ടർ. നമ്മുടെ ആകാശഗംഗയും അനേകം ആകാശഗംഗകളും അതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ സ്പീഡിലൊന്നും അല്ല കേട്ടോ. ഏകദേശം 600 കിലോമീറ്റർ പെർ സെക്കൻഡിൽ അതിശക്തമായി ഓടി അടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു ഗ്രേറ്റ് അട്രാക്ടറിലേക്ക്. മുഴുവൻ പ്രപഞ്ചവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകൃതമായി മൂവ് ചെയ്തിട്ടിരിക്കുക. ഈ 600 കിലോമീറ്റർ പെർ സെക്കൻഡിൽ ഗ്രേറ്റ് അട്രാക്ടറിലേക്ക് നമ്മുടെ ഈ പ്രപഞ്ചവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ആകാശഗംഗ ഉൾപ്പെടുന്ന ഈ ഒരു നമ്മുടെ ഗ്രഹവും എല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഭൂമി കറങ്ങുന്ന വേഗത നമുക്കറിയാമല്ലോ. അത് 30 കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് 600 കിലോമീറ്റർ പെർ സെക്കൻഡിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, എവിടെയാണെന്ന് പോലും നമുക്കറിയാത്ത, അനേകം പ്രകാശവർഷങ്ങൾക്ക് അകലെ നിൽക്കുന്ന ഏതോ ഒരു സാധ്യതയിലേക്ക്. ഓർക്കണേ, മാസ്സുള്ള വസ്തുക്കൾക്ക് മാത്രമേ, അകക്കാമ്പുള്ള വസ്തുക്കൾക്ക് മാത്രമേ മറ്റൊന്നിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് എപ്പോഴും അകത്ത് വളരെയധികം നിറഞ്ഞ് തിങ്ങിയിരിക്കുന്ന ഹെവി മാസ്സായിട്ടുള്ള ഒരു വസ്തുവിന് മാത്രമേ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രേറ്റ് അട്രാക്ടർ എത്രമാത്രം ഹെവി മാസ്സുള്ള, അത്ര അകക്കാമ്പുള്ള ഒരു വസ്തുവായിരിക്കും. അതിലേക്കാണ് നമ്മൾ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും തിരിച്ച് ഇതേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറയുമ്പം ബ്ലാക്ക് എനർജിയെക്കുറിച്ചും പറയാറുണ്ട്. ശൂന്യമായൊരു വസ്തു എപ്പോഴും അതിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് അകറ്റിക്കൊണ്ടിരിക്കും. ശൂന്യമായൊരു വസ്തു മറ്റു വസ്തുക്കളെ ആകർഷിക്കത്തില്ലെന്ന് മാത്രമല്ല, ദൂരേക്ക് തള്ളിവിട്ടിട്ടിരിക്കും. വാക്വം എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചിട്ടിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. പ്രപഞ്ചത്തിൻ്റെ രീതിയാണത്. അപ്പോൾ ഒരേ സമയം നമുക്ക് ഈ മൂവ്മെൻറ്റ് അട്രാക്ഷൻ ഫോഴ്സ് മൂലവും ഉണ്ടാകുന്നുണ്ട്. മുഴുവൻ പ്രപഞ്ചത്തെ എടുത്താൽ ശൂന്യതയാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് വികസിക്കുന്നുമുണ്ട്. ഇതെങ്ങനെ ശരിയാകില്ലേ? ഒരേ സമയം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, അട്രാക്ട് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എടുക്കുന്ന ഒരു വിഷയമാണ് ശൂന്യത വികസിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വികസിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും വലുപ്പത്തെ നോക്കിക്കഴിഞ്ഞാൽ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തേക്ക് അടുത്ത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര രസമുണ്ടല്ലേ? കൺഫ്യൂസിങ് ആയിട്ടും തോന്നിയിട്ടുണ്ടാവും. അപ്പം ഇതാണ് ഗ്രേപ്സിനെ കുറിച്ചും പലപ്പോഴും നമുക്ക് ഉള്ളൊരു പ്രത്യേകത. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഡിസ്കഷൻ ഫൈനലൈസേഷനില്ല ഒറ്റ ദിവസമാണ് നടന്നത്. ആ ദിവസം പകൽ മുഴുവൻ നമ്മൾ സോഫ്റ്റ്വെയർ പ്രസൻറ്റ് ചെയ്തു അവരെ മറ്റൊരു ലോകത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. അത്രയ്ക്കധികം അകക്കാമ്പുണ്ട് നമുക്ക് സോഫ്റ്റ്വെയറിനുള്ളിൽ. അത് കണ്ട് അവിടുത്തെ ഇൻചാർജസ് എല്ലാം വളരെയധികം അട്രാക്റ്റഡായി. അത് കഴിഞ്ഞ് നെഗോസിയേഷൻ മീറ്റിംഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എന്ത് കാരണമെങ്കിലും പറഞ്ഞ് നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസിങ്ങിൽ പോലും അല്പം കുറച്ച് മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യകതയാണ് ഹോസ്പിറ്റൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അവർക്കത് അല്പം കുറച്ച് കിട്ടേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളുടെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് പറയുന്നതിനൊരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല. അവിടെ അവർ നമ്മളുടെ ക്ലയൻസിൽ പലരെയും വിളിച്ചു. ഒരുപാട് പേര്, മെജോറിറ്റിയും വളരെ പോസിറ്റീവാണ്, എത്ര രസമുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞപ്പോൾ ചിലർ നെഗറ്റീവായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ എന്താണ്, ആരാ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, ചില ഹോസ്പിറ്റലിലേക്ക് അഡ്മിൻ ലെവലിൽ IT അഡ്മിൻ മേളിലോട്ടുള്ള ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളവരാണ് ഈ നെഗറ്റീവ് പറഞ്ഞത്. ഞങ്ങൾക്കപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ കാണിച്ച ഈ സോഫ്റ്റ്വെയർ, അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഭയങ്കര അകക്കാമ്പുള്ള സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ പലപ്പോഴും അതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലാക്കുന്നതിൽ അവർ സമയം കണ്ടെത്തുന്നില്ല. നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെ ഉപകരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നോളജ് കുറവ്, നമ്മുടെ അറിവില്ലായ്മ വികർഷണം ഉണ്ടാക്കും.
പുറത്തേക്ക് ഇങ്ങനെ വലുതായിട്ട് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കും നെഗറ്റീവ്. പക്ഷെ കുഴപ്പമില്ലെന്നേ, കാരണം അപ്പോഴും നമ്മൾ ഇതെല്ലാം തന്നെ ഒരു ഗ്രേറ്റ് അട്രാക്ടറിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഇന്ന് നമുക്ക് വളരെയധികം പേര് നമ്മുടെ ഈ ടെക്നോളജി ഇന്നോവേഷൻസിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് വളരെ അധികം സ്പീഡിൽ എത്തിക്കൊണ്ടിരിക്കുക. ഈ മാസങ്ങളിലൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻസിൽ എൻജിനീയേഴ്സിന് നമ്മൾ എണ്ണം വളരെ കൂട്ടുകയും നിങ്ങൾ കാണുന്നുണ്ടാവും അഡ്വർടൈസ്മെൻറ്റുകൾ, പുതിയ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തി പുതിയ എൻജിനീയേഴ്സിനെ എടുത്ത് ട്രെയിൻ ചെയ്ത് ഒരു ടെക്നോളജിയിലേക്ക്, ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിലേക്ക് കൊണ്ടുവന്ന് അവരെ രംഗത്തിറക്കിയിട്ടും തീർക്കാൻ പറ്റാത്തത്രയും ഒരു ഇന്നോവേഷൻ്റെ അട്രാക്ഷൻ മൂലം ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത്രയേ ഉള്ളൂ, നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. നമുക്കതിൽ അകലം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ശൂന്യതയുണ്ട്. അത് പരിഹരിച്ചാലോ? നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ടി ഒരു പുതിയ ചാനൽ വരുന്നുണ്ട്. അത് യൂട്യൂബ് ചാനലല്ല കേട്ടോ, നമ്മുടെ തന്നെ ഓൺ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞവർക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മൊബൈൽ ആപ്പുകളും ഡെസ്ക്ടോപ്പിലും എല്ലാം ഒരു പുതിയ ട്യൂട്ടോറിയൽ ലിങ്ക് ഉണ്ടാവും. നമ്മുടെ സോഫ്റ്റ്വെയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹോസ്പിറ്റലിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു കൗണ്ടറിൽ എങ്ങനെയാണ് ഒരു ഏറ്റവും പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ കൗണ്ടർ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നെല്ലാമുള്ള വിശദീകരണങ്ങൾ അടങ്ങിയ വീഡിയോകൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ നിങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടാവും, നിങ്ങൾ ഏതൊക്കെ വീഡിയോ എത്ര പേരെ കണ്ടിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് നോളജ് ബിൽഡ് ചെയ്യാൻ എത്ര റാങ്കിങ്ങിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്, നിങ്ങളാണ് ഗ്രേപ്സിൻ്റെ ഏറ്റവും കൂടുതൽ നോളജ് അക്വയർ ചെയ്ത ആൾ, അവിടെ തന്നെ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ എക്സാംസിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങളുടെ നോളജ് ലെവൽ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാനും, നിങ്ങൾ കോമ്പിറ്റൻ്റ് ആണോ എന്ന് നോക്കി മനസ്സിലാക്കി കൂടുതൽ പഠിക്കണോ എന്ന് തീരുമാനമെടുക്കാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്.